ഹായ് ഗായ്സ്, വെൽക്കം ടു എയിമേഴ്സ്. സോ നമ്മുടെ ക്ലാസ് 6th മാത്തമാറ്റിക്സ് ചാപ്റ്റർ 1 നോയിങ് അവർ നമ്പേഴ്സിൻ്റെ ഫസ്റ്റ് ഓവർവ്യൂ എന്ന് പറയുന്ന വീഡിയോസ്, ആ ചാപ്റ്ററിൽ ഏതൊക്കെ ടോപ്പിക്സാണ് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഓവർവ്യൂ തരുന്ന ഒരു വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സിനെ പറ്റിയിട്ട് എഴുതും, അതിനെ പറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോയുടെ കണ്ടൻറ്റ് അത്ര മാത്രമാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേ ഫോക്കസ്ഡ്. ഓക്കെ. സോ ബൈ ദ വേ, നോയിങ് അവർ നമ്പേഴ്സ് എന്ന ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ബേസിക്സിൻ്റെ ചാപ്റ്ററാണ്. ഇതിൽ പഠിക്കുന്ന എല്ലാ ടോപ്പിക്സും വെരി ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്സ്. ഓക്കെ, വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. സോ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ചാപ്റ്റർ നോയിങ് അവർ നമ്പേഴ്സ്. ചാപ്റ്റർ 1 മേക്ക് ഒരു സെക്കൻഡ്. ചാപ്റ്റർ 1 നോയിങ് അവർ നമ്പേഴ്സ്. നമ്പേഴ്സ് ഇതിൽ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോപ്പിക്സ് ഫസ്റ്റ് തന്നെ നമ്മൾ എവല്യൂഷൻ ഓഫ് നമ്പേഴ്സിനെ പറ്റി പഠിക്കും. എവല്യൂഷൻ ഓഫ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് കേട്ടോ? എവല്യൂഷൻ ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പണ്ട് കാലങ്ങളിൽ ഇന്ന് നമ്മൾ ഈ ഉപയോഗിക്കുമ്പോഴത്തെ 0, 1, 2, 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ഇല്ലായിരുന്നു. സോ ഈ നമ്പറിന് മുമ്പ് എങ്ങനെയായിരുന്നു ആളുകൾ കൗണ്ട് ചെയ്തിരുന്നത്? അന്നത്തെ സിവിലൈസേഷനിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇന്ന് ഈ കാണുന്ന ലെവലിലോട്ട് നമ്പേഴ്സ് എത്തിയത്? മാത്തമാറ്റിക്സ് എങ്ങനെയാണ് ഇത്രയും പ്രോഗ്രസ്ഡ് ആയത് എന്നൊക്കെ പഠിക്കുന്ന ചെറിയൊരു, നമ്മൾ എവല്യൂഷനെ പറ്റി പറയുമ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യവും പറയൂല, വളരെ ബേസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകും. അതായത് സ്കിന്നിൽ ആ എവല്യൂഷൻ്റെ ആ സ്കിന്നിലൂടെ ഒന്ന് പോവുകയുള്ളൂ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് പോകില്ല. കാരണം അത് അതിൻ്റെ ആവശ്യം ഈ നമുക്ക് എക്സാമിനൊന്നും അത് വരില്ല, ഒന്നാമത്തെ കാര്യം. സോ അത് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു നോളജിന് വേണ്ടി അറിഞ്ഞിരിക്കുക, ആ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ എവല്യൂഷനെ പറ്റി പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് ടോപ്പിക് എവല്യൂഷൻ ഓഫ് നമ്പേഴ്സ്. എവല്യൂഷൻ ഓഫ് നമ്പേഴ്സ്. അത് കഴിഞ്ഞ് നമ്മളെ ഇപ്പോഴത്തെ നമ്പർ സിസ്റ്റത്തിലോട്ട് എത്തും. അതായത് 0 to 9 വരെയുള്ള നമ്പർ സിസ്റ്റത്തിലോട്ട് എത്തും. എന്നിട്ട് കൗണ്ടിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് ചാപ്റ്ററിലോട്ട് കിടക്കും. സോ സെക്കൻഡ് ഇൻട്രൊഡക്ഷൻ. അത് കഴിഞ്ഞ് തേർഡ് ടോപ്പിക്കാണ് നമ്മൾ ഇപ്പോഴത്തെ നമ്പർ സിസ്റ്റം ഇല്ലേ 0 to 9, അതുകൊണ്ട് നമ്മൾ പലതരത്തിലുള്ള നമ്പേഴ്സൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ആ നമ്പേഴ്സിനെ കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കും. കമ്പയറിങ്. അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് കമ്പയറിങ് നമ്പേഴ്സ്. ആൻഡ് അടുത്തത് ഫോർത്ത് ടോപ്പിക്. നമുക്കിപ്പോൾ കുറച്ച് സെർട്ടൺ നമ്പർ ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ 4, 5, 6, 7 അത് കുറച്ച് നമ്പർ തന്നു. എന്നിട്ട് ഈ നമ്പർ വെച്ച് അറേഞ്ച് ചെയ്ത് വേറെ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്ത് റിപ്പീറ്റ് ചെയ്യാത്ത പാറ്റേണിൽ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും, എന്നിട്ട് അത് എളുപ്പം കണ്ടുപിടിക്കാനുള്ളൊരു ഷോർട്ട് ട്രിക്ക് കൂടിയുണ്ട്, അതും കൂടി പറഞ്ഞു തരും. ഓക്കെ, അതിനെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണത്. ഹൗ മെനി നമ്പേഴ്സ് ക്യാൻ വി മേക്ക്? അതാണ് ആ ടോപ്പിക്. ഹൗ മെനി നമ്പേഴ്സ് can we make? Okay. And fifth topic, അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. അതിനെ ഞാൻ ഒരു രീതി പറഞ്ഞാൽ സോർട്ടിങ് എന്ന് പറയും. അതായത് സോർട്ടിങ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഇതിനൊക്കെ വിളിക്കുന്ന പേരാണ്. ഏതെങ്കിലും ഒരു സംഭവത്തിന് എന്ത് കാര്യം വേണമെങ്കിലും ആയിക്കോട്ടെ, അതിനെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പെർട്ടിക്കുലർ പാറ്റേണിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് വലുതിൽ നിന്ന് ചെറുതിലോട്ട് അറേഞ്ച് ചെയ്യാം, ചെറുതിൽ നിന്ന് വലുതിലോട്ട് അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ ക്ലാസ് റൂമിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എ എന്ന് സ്പെല്ലിംഗ് വരുന്നവർ തുടങ്ങുന്നവരുടെ ഇതിൽ എ എന്ന് തുടങ്ങുന്നവരെല്ലാം ഫസ്റ്റ്, അടുത്ത ബിയിൽ തുടങ്ങുന്നവരെല്ലാം സെക്കൻഡ്, അങ്ങനെ നമ്മളിപ്പോൾ വൈവയ്ക്കൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെയാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരു ടൈപ്പ് ഓഫ് സോർട്ടിംഗ് ആണ്. ഇപ്പോൾ മാത്തമാറ്റിക്സിലെ അടുത്ത ഫിഫ്ത്ത് ടോപ്പിക് സോർട്ടിംഗ്. ഇവിടെ മാത്സിൽ ഈ ചാപ്റ്ററിൽ സോർട്ടിംഗ് നിങ്ങൾ 2 തരത്തിലാണ് പഠിക്കുന്നത്. ചെറുതിൽ നിന്ന് വലുതിലോട്ടും വലുതിൽ നിന്ന് ചെറുതിലോട്ടും, അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. സോ സോർട്ടിംഗ് ഇതിൽ നമ്മൾ 2 ടൈപ്പ് ഓഫ് സോർട്ടിംഗ് പഠിക്കും. അസെൻഡിങ് ഓർഡർ. അടുത്ത ടോപ്പിക്കാണ് ഡിസെൻഡിങ് ഓർഡർ. അടുത്ത ടൈപ്പ് ഓഫ് സോർട്ടിംഗ് ഡിസെൻഡിങ് ഓർഡർ. അത് കഴിഞ്ഞ് 6th ടോപ്പിക്
സോർട്ടിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഷിഫ്റ്റിംഗ് ഡിജിറ്റ്. ഈ ചാപ്റ്ററിലുള്ളതിൽ ഏറ്റവും ചെറിയൊരു ടോപ്പിക്കാണ് ഷിഫ്റ്റിംഗ് ഡിജിറ്റ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ, ഈ ഷിഫ്റ്റിംഗ് ഡിജിറ്റ് എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു ആപ്ലിക്കേഷൻ വരുന്നത് +2 +1 ലെവലിലോട്ടൊക്കെ എത്തുമ്പോൾ പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നിങ്ങളിത് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ ഇതിൽ ചെറിയൊരു ആ നമ്പറിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി, ഇപ്പോൾ ഒരു 3 ഡിജിറ്റ് 4 ഡിജിറ്റ് നമ്പറൊക്കെ തന്നു കഴിഞ്ഞാൽ അതിൽ എങ്ങനെ നമ്പർ അറേഞ്ച് ചെയ്താൽ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സിന് ആ നമ്പറിനെ എന്ത് ബാധിക്കും, എങ്ങനെയാണ് ബാധിക്കുന്നത്, ആ ഒരു നമ്പറിനെ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് ആ നമ്പറിനെ ബാധിക്കുന്നതെന്ന് പഠിക്കുന്ന ആ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഷിഫ്റ്റിംഗ് ഡിജിറ്റ്. ഷിഫ്റ്റിംഗ് ഡിജിറ്റ്സ്. സോ 7th ടോപ്പിക്ക് ഇൻട്രൊഡക്ഷൻ ടു 10,000. ആ ടോപ്പിക്കിൽ നമ്മൾ മെയിനായിട്ട് 10,000-നെ പറ്റി പഠിക്കും. ആൻഡ് ഇത് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ ഒരു പാറ്റേണിനെ പറ്റി പഠിക്കും. വളരെ രസമുള്ള ടോപ്പിക്കാണ്. അവിടെ നിങ്ങൾ മെയിനായിട്ട് അത് ശ്രദ്ധിക്കണം. അവിടെ ഇൻട്രൊഡക്ഷൻ ടു 10,000 അഥവാ 10K. ഇൻട്രോ ടു 10,000. അത് കഴിഞ്ഞ് റീവിസിറ്റിംഗ് പ്ലേസ് വാല്യൂസ്. Revisiting place values and face values. അടുത്ത ടോപ്പിക്കാണ് ഇൻട്രൊഡക്ഷൻ ടു 1 lakh. ഇൻട്രോ ടു 1 lakh. അത് കഴിഞ്ഞ് 1 lakh വരെ പഠിച്ചങ്ങ് നിർത്തുകയല്ല. അതിനുശേഷം നിങ്ങൾക്കും 1 lakhന് മേളിലോട്ടുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയണമല്ലോ. സ്വന്തമായിട്ട് നിങ്ങൾക്ക് അതിനെ കൗണ്ട് ചെയ്യാൻ, ആ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിന് പെർട്ടിക്കുലർ ഒരു പേര് പറഞ്ഞ് വിളിക്കാൻ, അതൊക്കെ പഠിക്കും. റീഡിങ് ആൻഡ് റൈറ്റിംഗ് ലാർജ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കൊക്കെ ഉണ്ട്. സോ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ലാർജർ നമ്പേഴ്സ് ആൻഡ് റൈറ്റിംഗ് ലാർജർ നമ്പേഴ്സ്. അടുത്ത ടോപ്പിക്കാണ് യൂസ് ഓഫ് കോമാസ്. നമ്മൾ ഇപ്പോൾ ദാണ്ട് ഇവിടെ നോക്കിക്കോ, ഞാനിവിടെ കുറച്ച് ബ്രൈറ്റ് കളർ എടുക്കാം. ഇവിടെ ദാണ്ട് 10,000 അവിടെയും ഞാനൊരു കോമ ഇട്ടു. ഇവിടെ 1 lakhൻ്റെ അവിടെ വന്നപ്പോൾ 2 കോമ ഇട്ടു. ഈ കോമ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്പേഴ്സ് വലിയ നമ്പേഴ്സിലോട്ട് ചെല്ലുമ്പോൾ ഈ കോമ ഉണ്ടെങ്കിൽ നമുക്ക് ആ നമ്പർ റീഡ് ചെയ്യാൻ, വായിക്കാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ കോമ യൂസ് ചെയ്യുന്നത്. അത് എവിടെയൊക്കെയാണ് ഇടുന്നത്? അത് തന്നെ 2 തരത്തിലുണ്ട്. ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ. അതിൽ ഇന്ത്യൻ സിസ്റ്റവും ഇൻ്റർനാഷണൽ സിസ്റ്റത്തിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കും. സോ യൂസ് ഓഫ് കോമേഴ്സ് അടുത്ത ടോപ്പിക്. ആൻഡ് അടുത്തത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇത് മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരുപോലെ യൂസ്ഫുള്ളായിരിക്കും. അതായത് യൂണിറ്റ്സ് ആൻഡ് കൺവേർഷൻ, ബേസിക് യൂണിറ്റ്സ് ആൻഡ് കൺവേർഷൻ. സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോഗ്രാം ടു ഗ്രാം, മീറ്റർ ടു കിലോമീറ്റർ, അങ്ങനത്തെ കൺവേർഷൻസ്. ലിറ്ററിനെ മില്ലി ലിറ്ററിലോട്ടാക്കണം, എത്ര ലിറ്ററാണ് 1 മില്ലി ലിറ്റർ, അങ്ങനെയൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ. ബേസിക് യൂണിറ്റ്സ് ആൻഡ് കൺവേർഷൻ. ആൻഡ് അടുത്ത ടോപ്പിക്കാണ് റോമൻ ന്യൂമറൽ. നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ ന്യൂമറലായിട്ടുള്ള ഹിന്ദു അറബിക് ന്യൂമറൽ 0 to 9 വരുന്നതിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന ഒരു ന്യൂമറേഷൻ സിസ്റ്റമാണ്, നമ്പർ സിസ്റ്റമാണ് റോമൻ ന്യൂമറൽ. അതിനെ പറ്റിയിട്ട് പഠിക്കും. അതിൻ്റെ ഒരു ബേസിക് റൂൾസും അതിലുള്ള കുറച്ച് ലെറ്റേഴ്സ്, അതായത് നമ്പേഴ്സിന് അവർ ലെറ്ററിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. ആ ലെറ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതും ബേസിക് റൂൾസ്, അഡിഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ അതിൻ്റെ അത്രയും പഠിക്കുക. അതങ്ങ് നിർത്തും. അത്രയും മാത്രമേ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലുള്ളൂ. നോയിങ് അവർ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ NCERT അത്രയേ ഉള്ളൂ. സോ അത്രയും മാത്രം നോക്കിയാൽ മതി. റോമൻ ന്യൂമറൽസ് ബൈ ദ വേ, റോമൻ ന്യൂമറൽസ് പഠിക്കുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, അത് പഠിച്ചതിന് ശേഷം ഇത് പഠിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. റോമൻ ന്യൂമറൽസിന് മുമ്പ് നിങ്ങൾ എസ്റ്റിമേഷൻ പഠിച്ചിരിക്കണം. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമുക്ക് മാത്സ്, ഫിസിക്സിൽ നിങ്ങൾ ഹയർ ക്ലാസ്സസിലോട്ട് ചെല്ലുമ്പോൾ കാൽക്കുലേഷൻ ഈസി ആക്കാനായിട്ട് അത് എളുപ്പം യൂസ് ആവും. ഓക്കെ, എസ്റ്റിമേഷൻ മെത്തേഡ്സ്.
അതാണ് അടുത്ത ടോപ്പിക്. അടുത്ത ടോപ്പിക്കായിട്ട് റോമൻ ന്യൂമറലിന് പകരം നമുക്ക് എസ്റ്റിമേഷൻ മെത്തേഡ് പഠിക്കാം. എസ്റ്റിമേഷൻ മെത്തേഡ്സ്. എസ്റ്റിമേഷൻ മെത്തേഡ് 3 എണ്ണം പറഞ്ഞു തരും ബേസിക്കായിട്ട്. ബാക്കി അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും എത്ര വലിയ നമ്പേഴ്സ് വന്നാലും. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ടിങ് ഓഫ് ടു നിയറസ്റ്റ് 10 ആദ്യത്തത്. റൗണ്ട് ചെയ്യുന്നതാണ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറഞ്ഞാൽ റൗണ്ട് ചെയ്യുക, ഏകദേശം റൗണ്ട് ഓഫ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു നമ്പറിന്. റൗണ്ടിങ് ഓഫ് ടു നിയറസ്റ്റ് 10. അത് കഴിഞ്ഞ് റൗണ്ടിങ് ഓഫ് ടു നിയറസ്റ്റ് 100. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ലാസ്റ്റ് റൗണ്ടിങ് ഓഫ് ടു നിയറസ്റ്റ് 1000. ഇത് കഴിഞ്ഞ് ഒരു എസ്റ്റിമേഷൻ ഇതുകൂടിയുണ്ട്, എസ്റ്റിമേഷൻ ഓഫ് പ്രോഡക്റ്റ്. അതായത് മൾട്ടിപ്ലിക്കേഷൻ്റെ സമയത്തിന് നിങ്ങൾക്ക് നമ്പേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം, കുറേ കൂടി ഈസി ആക്കും കാര്യങ്ങൾ മൾട്ടിപ്ലിക്കേഷനിൽ. ആ ഒരു ടോപ്പിക്. അടുത്തത് ടു എസ്റ്റിമേറ്റ് പ്രോഡക്ട്സ്. ഈ പ്രോഡക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്ലിക്കേഷനാണ് കേട്ടോ. പ്രോഡക്ട്സ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ്. അത്രയേ ഉള്ളൂ. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റോമൻ ന്യൂമറലിലോട്ട് വരും. റോമൻ ന്യൂമറൽസ്. ആൻഡ് ലാസ്റ്റ് ടോപ്പിക് ബോട്ട്മാസ് റൂൾ. ബോട്ട്മാസ് റൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ബോട്ട്മാസ് റൂള് കാൽക്കുലേഷനിൽ വേണ്ട എപ്പോഴും യൂസ് ചെയ്യാനുള്ള ഒരു ബേസിക് റൂളാണ്. ഈ ബോട്ട്മാസ് റൂൾ നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോകും. കറക്റ്റായിട്ട് നിങ്ങൾ തെറ്റിച്ചാണോ അത് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് 100% ഷുവർ ദാറ്റ് നിങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റും. ഓക്കെ, സോ ബോട്ട്മാസ് റൂൾ, BODMAS, ബോട്ട്മാസ് റൂൾ. ഓക്കെ, സോ ഇത്രയും ടോപ്പിക്സാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നത്. ഇതാ ഇത്രയും വളരെ ബേസിക്കാണ്. ഇതൊന്നും വലിയ ടോപ്പിക്കൊന്നുമല്ല. ഇങ്ങനെ എഴുതിയിരിക്കണത് നിങ്ങൾ നോക്കണ്ട, കൊച്ചു ടോപ്പിക്കാണ്. ഒരു പേജിൽ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ടോപ്പിക്കും തീർക്കും, അത്രയ്ക്കേ ഉള്ളൂ. നമ്മൾ ഓരോ ടോപ്പിക്കിലും നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻസ് ചെയ്യും. എക്സെപ്റ്റ് നമ്മൾ ഇതാണ്ട് എവല്യൂഷൻ ഓഫ് നമ്പേഴ്സിലൊന്നും ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതല്ല. അത് ജസ്റ്റ് ഒരു ഹിസ്റ്ററി പോലെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. അതിൽ പറഞ്ഞു തരുന്ന പല ടൈപ്പ് ഓഫ് ന്യൂമറേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ട് നിങ്ങൾ ഒരുപാട് പഠിച്ചും ഡീപ്പായിട്ടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പോവുകയും ചെയ്യരുത്. അത്രയും ഡീപ്പിൻ്റെ ആവശ്യം ക്ലാസ് 6th എനിക്ക് ക്യൂരിയോസിറ്റി വന്നിട്ട് ഞാൻ അവരോട് നോക്കിയതാണ്. നിങ്ങൾക്ക് അത്രയും ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെയൊക്കെ പറ്റി ഭയങ്കര ഡീപ്പായിട്ട് അന്വേഷിക്കാം. ബട്ട് അത്രയും എക്സാമിൻ്റെ ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അത്ര ആവശ്യമില്ല. അതുകൊണ്ട് പിന്നെ ഇൻട്രൊഡക്ഷനിലും മാത്സ് ഒന്നുമില്ല. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ മാത്രമൊന്നുമില്ല. ഈ രണ്ടെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. താങ്ക് യു. ദാറ്റ്സ് ഇറ്റ്.